വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ഞണ്ട് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞണ്ട് ക്ലീൻ ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുരുമുളക്, 2 വറ്റൽമുളക്, കുറച്ച് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വേണം, പച്ചമുളക് വേണം, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു വലിയ തക്കാളി വേണം. ആദ്യം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് തേങ്ങയും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടാൻ പറ്റും. ഇനി ഇത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൽ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാള വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ചെറിയ ഉള്ളിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയെ ചേർത്തിരിക്കുന്നത്. പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ പുളി ചേർക്കുന്നില്ല. തക്കാളിക്ക് നല്ല പുളിയുണ്ട്. ഈ തക്കാളി ഒന്ന് നല്ലതുപോലെ വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് നേരം.
ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പോ പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരു മണം കിട്ടാൻ വേണ്ടി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനി ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.